ഡൊണാൾഡ് ട്രംപിന്റെ ജെറൂസലേം പ്രഖ്യാപനം എന്ന് പറയാൻ ഈ സന്ദർഭം ഞാൻ വിനിയോഗിക്കുകയാണ്. എന്തുകൊണ്ടാണ് സഹോദരങ്ങളെ അങ്ങനെ പറയേണ്ടി വരുന്നത്? ജെറൂസലേം എന്ന് പറയുന്നത്, ഉർശലീം എന്ന് പറയുന്നത് 3 സെമറ്റിക് മതങ്ങളുടെയും ആദരിക്കപ്പെടുന്ന പ്രദേശമാണ്. 3 മതവിഭാഗങ്ങളും ഒരേപോലെ പുണ്യനഗരിയായിട്ടാണ് ഈ മഹത്തായ പ്രദേശങ്ങൾ, അദ്ദേഹത്തിന്റെ പ്രബോധന പ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ പിടിച്ച പ്രദേശം ഇതെല്ലാമായിരുന്നു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാനിർ റഹീം മാലികി യൗമിദ്ദീൻ ഇയ്യാക നഅ്ബുദു വ അഫലാ യൻദുറൂന ഇലൽ ഇബ്ലി കൈഫ ഖുലിഖത് ഇന്ന ഇലൈനാ ഇയാബഹും ثم إن علينا حسابهم الله أكبر أكبر الله أكبر سمع الله لمن حمده الله أكبر الله أكبر الله أكبر الله أكبر ചരിത്രത്തോട് ചെയ്ത ഏറ്റവും വലിയ അനീതിയാണ് ഡൊണാൾഡ് ട്രംപിന്റെ ജെറൂസലേം പ്രഖ്യാപനം എന്ന് പറയാൻ ഈ സന്ദർഭത്തിന്റെ പ്രബോധന പ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ പിടിച്ച പ്രദേശം ഇതെല്ലാമായിരുന്നു ഉർശലീം അഥവാ യെരൂശലേം. മറ്റൊരു ഭാഷയിൽ പറഞ്ഞാൽ ജെറൂസലേം എന്ന് പറയുന്ന പ്രദേശം. ക്രൈസ്തവ സഹോദരങ്ങൾക്ക് അത് പുണ്യനഗരിയാണ്. ക്രൈസ്തവ സഹോദരങ്ങൾക്ക് മാത്രമല്ല, ഇസ്ലാമിക ഉമ്മത്തിനും അത് പുണ്യനഗരിയാണ്. സന്തോഷിക്കുകയും ചെയ്യേണ്ടതില്ല. ഇന്നല്ലെങ്കിൽ നാളെ അവർ ഒറ്റപ്പെടാൻ പോവുകയാണ്. നീതീകരിക്കുന്ന യഥാർത്ഥത്തിൽ സൗഹൃദ മത്സരം വേണ്ടെന്ന് പറയുമ്പോൾ നമ്മെ സന്തോഷിപ്പിക്കുന്ന ഘടകം അതാണ്. മെസ്സിയുടെ വാക്കുകൾ നമ്മെ സന്തോഷിപ്പിക്കുന്ന ഘടകം അതാണ്. വേട്ടക്കാരനൊപ്പമല്ല ലോകം നിൽക്കുക, ലോകം ഇരയുടെ കൂടെയായിരിക്കുമെന്ന് ഓർക്കുവാനും മനസ്സിലാക്കുവാനും ഇസ്രായേൽ ഭീകരന്മാർക്ക് സാധ്യമാവേണ്ടതുണ്ട്. നമ്മൾ ആഗ്രഹിക്കുന്നത്, നമ്മൾ പ്രാർത്ഥിക്കുന്നത് ജെറൂസലേമിൽ, ഫലസ്തീനിൽ സുസ്ഥിരമായി ക്ഷണിച്ചും വമ്പൻ രാഷ്ട്രങ്ങൾ, വൻ രാഷ്ട്രങ്ങൾ, അമേരിക്ക അടക്കമുള്ള രാഷ്ട്രങ്ങൾ മുന്നോട്ട് വരേണ്ടതുണ്ട്. മുന്നോട്ട് വരാതിരുന്നാൽ ലോകത്തിനത് തീരാ നഷ്ടമായിരിക്കുമെന്ന് പറയാൻ ഈ സന്ദർഭം സഹോദരങ്ങളെ വിനിയോഗിക്കുകയാണ്. പക്ഷെ നമുക്കതിന് സാധ്യമാവണമെങ്കിൽ യഥാർത്ഥത്തിൽ ജൂതർ ആവശ്യമാണ്. ആ ഒരു ബോധമാണ് ഖുർആൻ ഉണ്ടാക്കുന്നത്. നിങ്ങൾ അല്ലാഹുവിന്റെ ഭാഷ മുറുകെ പിടിക്കണം. നിങ്ങൾ ഭിന്നിക്കാൻ പാടില്ല. നിങ്ങൾ അതിങ്ങൾക്ക് വേണ്ടി കൂട്ടുപ്രാർത്ഥന, കുനൂത്ത്, അങ്ങനെ എത്ര കാര്യങ്ങൾക്ക് വേണ്ടിയാണ് നമ്മൾ ചർച്ചകൾ നടത്തിക്കൊണ്ട് ഏറെ ദുഃഖിപ്പിക്കുകയാണ്. സാമ്രാജ്യത്വത്തിന്റെയും സൈനിസത്തിന്റെയും അച്ചാരം പറ്റിച്ചിരിക്കുന്ന ചില വ്യാജ ത്വരീക്കത്തുകളും ചില കൾട്ട് സൂഫിസവും നമ്മുടെ ഇടയിലൂടെ ഇറങ്ങിക്കൊണ്ടിരിക്കുന്നത് ഓർക്കണം. അവിടെ ജനശ്രദ്ധ നേടിയെടുക്കാൻ വേണ്ടി എന്തൊക്കെയാ ചെയ്തുകൊണ്ടിരിക്കുന്നത്? മുസ്ലിം സമുദായത്തിന്റെ നോമ്പും പെരുന്നാളിലും അടക്കം കൈകടത്തുകയാണ്, ഭിന്നിപ്പും വിയോജിപ്പും ഉണ്ടാക്കുകയാണ്, വ്യത്യസ്തമായ ദിവസങ്ങളിലാക്കാനുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിന്റെ ഭാഗമായിരുന്നു നമ്മെ പ്രത്യേകമായ സങ്കടകരമായ സാഹചര്യം നമ്മുടെ നാട്ടിലുണ്ടായി. സമുദായത്തെ ഭിന്നിപ്പിക്കാനും അതിലൂടെ മുതലെടുപ്പ് നടത്താനുമുള്ള ശ്രമങ്ങളെ വളരെ ജാഗ്രതയോടുകൂടി കാണാൻ, വളരെ അതീവ സൂക്ഷ്മതയോടുകൂടി, ഭയപ്പാടോടുകൂടി കണ്ട് ക്രിയാത്മകമായ പ്രതിരോധങ്ങളിൽ ഏർപ്പെടുവാൻ
സാധ്യമാകേണ്ടതുണ്ട്. സഹോദരങ്ങളെ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. ഒരു ദ്വിഭാഷി ഉണ്ടാവുക, ഒരു ട്രാൻസ്ലേറ്റർ ഉണ്ടാവുക. അദ്ദേഹം പറയും, അറബികളാണ്, നിങ്ങൾക്കറിയില്ലേ, നമ്മുടെ നാട്ടിൽ കുറച്ചു കാലമായിട്ട് വന്നവർ. അവര് ഭക്ഷണം കഴിക്കണമെങ്കിൽ, അവർക്ക് സന്ധ്യാഭക്ഷണം കഴിക്കണമെങ്കിൽ, രാത്രി ഭക്ഷണം കഴിക്കണമെങ്കിൽ നിങ്ങൾ ഭക്ഷണം കഴിച്ചു എന്ന് ഉറപ്പുവരുത്തണം. അതറിയാൻ വേണ്ടിയാണ് അവരിങ്ങോട്ട് വന്നത്. ഇതാണ് നമ്മുടെ നാടിന്റെ പാരമ്പര്യം എന്ന് പറയുന്നത്. ഇതാണ് അപ്പോഴാണ് പറയുന്നത്, അവരുടെ പ്രവാചകൻ പറഞ്ഞൊരു വചനമാണ്, ഏൽക്കാരൻ പട്ടിണി കിടക്കുമ്പോൾ വയറ് നിറച്ച് ഭക്ഷണം കഴിക്കുന്നവൻ നമ്മിൽ പെട്ടവനല്ല. സഹോദരങ്ങളെ, ഈദ് ഫിത്റിന്റെ ഭാഗമായി ഈദ് നമസ്കാരത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുന്നോടിയായി ഫിത്ർ സക്കാത്ത് നൽകുന്ന ആളുകളാണ് സക്കാത്തിന്റെ തത്വം എന്ന് പറയുന്നത്. സഹോദരങ്ങളെ, ആ തത്വം പ്രയോഗിക്കുക സാധ്യമാണ്. നമ്മുടെ നാട്ടിൽ ഇല്ലെന്ന് ഉറപ്പുവരുത്തണം. മുസ്ലിങ്ങൾക്കിടയിൽ ഇല്ലെന്ന് മാത്രമല്ല, നമ്മുടെ നാട്ടിൽ ഒരു മതത്തിൽപ്പെട്ട ആളുകളും ഈദ് ദിനത്തിൽ പട്ടിണി കിടക്കുന്നവരായി, ഭക്ഷണം കഴിക്കാത്തവരായി, അത് തന്നെ അത്യാവശ്യം വിഭവസമൃദ്ധമായ ആഹാരം കഴിക്കാൻ കാശില്ല, ശരി, നിങ്ങൾ അല്ലാഹുവിനെ മധ്യദിനത്തിൽ വിശ്വസിക്കുന്നുവെങ്കിൽ അങ്ങനെ വിശ്വസിക്കുന്നവർ അതിഥികളെ ആദരിക്കട്ടെ എന്ന് പറയുന്നു. അതിഥികൾ ആദരിക്കണം, അതിഥികളെ മാനിക്കേണ്ടതുണ്ട്. നമ്മുടെ വീട്ടിലേക്ക് അതിഥികളായിട്ട് ആളുകൾ വരട്ടെ. അതിഥികളായി നമ്മുടെ സുഹൃത്തുക്കളുടെ അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. സഹോദരങ്ങളെ, അവസാനമായി പറയാനുള്ളത് വിശുദ്ധ ഖുർആനിലെ ഒരു വചനമാണ്. ഞാൻ തുടക്കത്തിൽ ഓതി വെച്ച ഒരു വചനം, വലാത്തക്കൂനു, നിങ്ങളായി പോകരുത്, നൂല് പിരിച്ചിരുന്ന ഒരു സ്ത്രീയെ പോലെ. മദീനയിൽ വരെ അവർ നൂല് പിരിക്കും. രാത്രിയായി കഴിഞ്ഞാൽ അവരെ നൂല് അഴിച്ചുവിടും. അങ്ങനെ ഒരു സ്ത്രീ അറേബ്യയിൽ ഉണ്ടായിരുന്നു, എന്ന് പറയുന്ന ഒരു സ്ത്രീ. ആ സ്ത്രീയെ പോലെ നിങ്ങൾ ആവാൻ പാടില്ല. എന്ന് പറഞ്ഞാൽ റമദാനിലൂടെ നമ്മുടെ ആത്മീയമായ ഊർജം നമ്മൾ പരമാവധി ശക്തിപ്പെടുത്തി ഈ പെരുന്നാൾ ആഘോഷത്തിലേക്ക് പ്രവേശിക്കുമ്പോ ആ ആത്മീയമായ ഊർജത്തെ മുഴുവനും കെടുത്തിക്കളയുന്ന രീതിയിലുള്ള കൂത്താട്ടത്തിന്റെ ആഘോഷങ്ങളായി, മദ്യപാനത്തിന്റെ ഇത്തരം ഉണർത്തലുകൾ ഇതിന്റെ ദിനത്തിൽ ഏറെ പ്രാധാന്യമുള്ള കാര്യങ്ങളാണ്. അല്ലാഹുവോടുള്ള നമ്മുടെ ബന്ധം നമ്മൾ വളരെയധികം ശക്തിപ്പെടുത്തി. അല്ലാഹുവാണ് വലിയത്. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹു, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. അവന്റെ മാലാഖമാരോട് പറയും, ഈ രണ്ടുപേരുടെ കാര്യം നിങ്ങളൊന്ന് വെയിറ്റ് ചെയ്യും, കാത്തു നിൽക്കും, അവര് പരസ്പരം യോജിപ്പിലെത്തട്ടെ, എന്നിട്ട് മതി അവർക്ക് പുറത്തു കൊടുക്കാൻ. കർമ്മങ്ങൾ ഉയർന്നു പോകണമെങ്കിൽ, റമദാനിലൂടെ നമുക്ക് പാപമോചനം സാധ്യമാവണമെങ്കിൽ, സഹോദരങ്ങളെ, സഹോദരിമാരെ, നമ്മുടെ ആത്മബന്ധുക്കളെ അവരോട് പിണങ്ങി നിൽക്കുവാൻ പാടില്ല. അങ്ങനെ പിണങ്ങി നിന്നാൽ നമ്മുടെ കർമ്മങ്ങളൊന്നും അല്ലാഹു സ്വീകരിച്ചിട്ടില്ല. ഇന്നത് തട്ടിത്തടഞ്ഞ അന്തരീക്ഷത്തിലാണ്. അത് അല്ലാഹുവിന്റെ അടുക്കിലേക്ക് ഉയർത്തപ്പെടും എപ്പോൾ? നമ്മൾ ഇണങ്ങുമ്പോൾ, നമ്മൾ പരസ്പരം മുസാഫഹത്ത് ചെയ്യുമ്പോൾ സത്യമാവണമെന്ന് പ്രത്യേകമായിട്ട് ഉണർത്തുകയാണ്. അല്ലാഹു തആല നമ്മുടെ ബന്ധങ്ങളെ നന്നാക്കുമാറാവട്ടെ. അല്ലാഹുവേ, ഞങ്ങളെ ഇവിടെ ഒരുമിച്ച് കൂട്ടിയതുപോലെ നാളെ നിന്റെ നിരവധി അനുഗ്രഹങ്ങൾ നിറഞ്ഞ സ്വർഗത്തിലും ഒരുമിച്ച് കൂട്ടണമേ നാഥ. പടച്ചവനെ, ഞങ്ങളുടെ എല്ലാ പ്രവർത്തനങ്ങളും നിന്റെ പ്രീതിയിലും നിന്റെ പൊരുത്തത്തിലുമാക്കി തീർക്കണമേ റബ്ബേ. പടച്ചവനെ, ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയ ഞങ്ങളുടെ മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ, അയൽവാസികൾ എല്ലാവർക്കും മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കണമേ റബ്ബേ. അല്ലാഹുവേ, പ്രയാസങ്ങൾ അഭിമുഖീകരിക്കുന്ന ആളുകൾ ഞങ്ങളുടെ കൂട്ടത്തിലുണ്ട്. അവരുടെ പ്രയാസങ്ങൾ ദൂരീകരിച്ചു കൊടുക്കണമേ നാഥ. പടച്ചവനെ, രോഗങ്ങളുള്ള സുഹൃത്തുക്കൾ, അവരുടെ രോഗങ്ങൾ നീ ശരിയാക്കി കൊടുക്കണമേ റബ്ബേ. പടച്ചവനെ, റമദാനിൽ ഞങ്ങൾ നിർവഹിച്ച എല്ലാ പ്രാർത്ഥനകളും നീ സ്വീകരിക്കണമേ റബ്ബേ. റമദാനിലൂടെ പാപമോചനവും നരകമോചനവും നേടിയെടുത്ത സൗഭാഗ്യവാന്മാരുടെ കൂട്ടത്തിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണമേ നാഥ. പടച്ചവനെ, പരിശുദ്ധ ഖുർആനും പരിശുദ്ധ റമദാനും